എൻ്റെ പേര് സലീമ. കടുത്തുരുത്തി സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഞാൻ അധ്യാപികയാണ്. സ്റ്റേജിൽ കയറിയപ്പോഴേക്കും സ്റ്റേജിൻ്റെ ബാക്ക് കട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുണ്ട് ആ ടീമിനെ പരിശീലിപ്പിച്ച രവീന്ദ്രൻ സാറ് ജഡ്ജസിൻ്റെ ഇടത് സൈഡിൽ നിന്നൊരു ഷാർലസ് എന്ന ഒരു ജഡ്ജിനെ കണ്ടുകൊണ്ട് ആംഗ്യഭാഷയിൽ സൂചന നൽകുന്നത് ഞങ്ങൾ വിദ്യാർത്ഥികളും കണ്ടു, ഞങ്ങളുടെ ടീം അംഗങ്ങൾ കണ്ടു. അപ്പം അതേ സമയത്ത് ആ ടീം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വിവരം സ്റ്റേജ് മാനേജറെ ഞങ്ങൾ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞത് അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല, ഞങ്ങളെ നോക്കിയിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ആ 10 മിനിറ്റിൻ്റെ ആ പ്രോഗ്രാം തീരുന്നതിന് മുൻപായിട്ട് വീണ്ടും ഇതേ അധ്യാപകൻ അതേ സ്ഥാനത്ത് ഈ ടീമിൻ്റെ മത്സരം പൂർത്തിയാകുന്നതിന് മുൻപായിട്ട് വീണ്ടും ഇതേ അധ്യാപകൻ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലെ ലെഫ്റ്റ് സൈഡിൽ വന്നു നിന്ന് ജഡ്ജിനെ കണ്ടുകൊണ്ട് ആംഗ്യഭാഷയിൽ ഒരു സൂചന നൽകുന്നതും കണ്ടു. അപ്പം ഞങ്ങൾ സ്റ്റേജ് മാനേജറെ ഇവർ അപ്പം തന്നെ കാണിച്ചു കൊടുത്തു, കണ്ടില്ലേ ഇത് തന്നെയാണ്. സ്റ്റേജ് മാനേജർ പറഞ്ഞത് അത് കത്തിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. കത്തിടാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് വേറൊരു ടീമിനും അങ്ങനെ ആൾ വന്നിട്ടില്ല. കുട്ടികൾക്ക് തന്നെ പാട്ട് പാടിക്കൊടുക്കുന്ന കുട്ടികൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കൈ കാണിച്ചു കൊടുക്കും. അത് തന്നെയല്ല അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞാണ്. കർട്ടൻ്റെ സമയം അവർക്കറിയാം. അത് തന്നെയല്ല പരിശീലനം കൊടുക്കുന്ന ഒരു അധ്യാപകൻ ആ സമയത്ത് സ്റ്റേജിൽ കയറാൻ അനുവാദം ഇല്ലാത്തതാണ്. മത്സരത്തിൽ അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഈ ടീമിന് പ്രൈസ് കിട്ടി, അവർ തന്നെ വിജയിച്ചത്. അപ്പോൾ റണ്ണിങ്ങാണ് അല്ലേ, നമ്പർ 30 അത് ഞങ്ങൾക്ക് അറിയാവുള്ളൂ. അവിടെ അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞങ്ങൾക്ക് നമ്പർ 30 ആണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്പർ 30 വിജയിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത് തന്നെയല്ല ഒരു പാട്ട് പാടിയപ്പോഴേക്ക് പാട്ടിൽ വിഴുങ്ങുകയും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുകയും ചെയ്യും. തുപ്പി വിഴുങ്ങി അങ്ങനെ വരാൻ പാടില്ല. കാരണം എല്ലാവരും വളരെ അധ്വാനിച്ചിട്ടാണ് വരുന്നത്. കുട്ടികളുടെ അധ്വാനം എന്ന് പറഞ്ഞാൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവും. ഒന്നൊരു പേരൻസ് മനസ്സിലാവും, അല്ലെങ്കിൽ അധ്യാപകർ മനസ്സിലാവും, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് മനസ്സിലാവും. നൃത്തരൂപത്തിലുള്ള ഞാൻ ആ സമയത്ത് ഇങ്ങനെയൊരു പ്രശ്നം കണ്ടപ്പോൾ ഞാൻ പുറകിലേക്ക് പരാതി അപ്പം തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ ബൈക്കിലേക്ക് പോയതുകൊണ്ട് മുഴുവൻ കളി എനിക്ക് കാണാൻ സാധിച്ചില്ല. അന്നേരം നമ്മുടെ ടീച്ചർ പറഞ്ഞത് അത് നൃത്തരൂപത്തിലുള്ള ഒരു കളിയാണ്, അതായത് പരമ്പരാഗതമായിട്ടുള്ള തനിമയാർന്ന മാർഗം കളിയാണ്. മാതിരിയുടെ സ്റ്റെപ്പും ആയിരുന്നെന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു സ്കൂളല്ല, ഞങ്ങൾ അവിടെ പല സ്കൂൾസും സംയുക്തമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ കോട്ടയം സെയിൻറ് ആൻഡ് സ്കൂളിലെ ടീച്ചറാണ്.